ഓസ്ലർ. ഞാനിന്ന് ജയറാമേട്ടൻ്റെ ഓസ്ലർ മൂവി കണ്ടു വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് തന്നെ പറയാം. അടിപൊളി മേക്കിംഗ് ആണ് മിഥുൻ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ട് നമ്മുടെ ഇർഷാദ് അതുപോലെ തന്നെ മിഥുൻ ചേട്ടൻ തന്നെയാണ്. ഓഫ് കോഴ്സ് ഈ പടം ഫസ്റ്റ് ഹാഫ് വരെ നമ്മുടെ ശരിക്കും ആ ഒരു ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകും. ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു സസ്പെൻസ് ഒട്ടുമിക്ക റിവ്യൂസിലും അതുപോലെ തന്നെ ഇതിൻ്റെ നേരത്തെയുള്ള ട്രെയിലറിലൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു വോയിസ് അദ്ദേഹം തന്നെയാണ് ഈ പടത്തിൽ. ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫിന് ശേഷം ശരിക്കും രോമാഞ്ചം എന്ന് പറയാം. ആ ഒരു BGM-ഉം അദ്ദേഹത്തിൻ്റെ ആ വരവും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പടം നമുക്കെല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ടാൽ പൈസ മുതലാവും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. കാരണം ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു BGM-ഉം അദ്ദേഹത്തിൻ്റെ ആ വരവും ഒക്കെ നമുക്ക് അത് തന്നെ മതി പൈസ മുതലാവാൻ എന്നതന്നെ എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പറയുന്നത് ഇത് അത്രയ്ക്ക് വലിയൊരു എന്താ മൂവിയല്ല, പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിരിക്കത്തക്ക തരത്തിൽ ഇത് മെയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അധികം ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ജഗദീഷ് ചേട്ടൻ അടിപൊളിയായി. അതുപോലെ തന്നെ അർജുൻ അശോകൻ, നമ്മുടെ അനശ്വര, അതുപോലെ തന്നെ അനൂപ് മേനോനും ഈ ഒരു മൂവിയിൽ ചെറിയൊരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സിനിമയുടെ ഒരു ഗതി മാറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പെർഫോമൻസുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. എന്തായാലും ഒരു സൂപ്പർ മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ 2024 ജയറാമേട്ടൻ സമ്മാനിച്ച നല്ലൊരു മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം അതിൻ്റെ BGM ഒക്കെ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും തിയേറ്ററിൽ പോയിട്ട് ആ മൂവി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്തായാലും പടം കണ്ടിറങ്ങിയപ്പോൾ ഇത്രയും നേരമായിട്ടും ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആയി. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ത്രില്ല് പോയിട്ടില്ല. ആ ഒരു സസ്പെൻസ് മിക്കവാറും പല റിവ്യൂസിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക ഫസ്റ്റ് ഹാഫിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് മമ്മൂക്കയുടെ കയ്യിൽ തന്നെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായി, അടിപൊളി മൂവി, സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. ഇതെൻ്റെ ആദ്യത്തെ ഫിലിം റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാം. കാരണം ഞാനൊരു വ്ളോഗറല്ല. എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിവ്യൂ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.